നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിറ്റാറ്റുകരയിൽ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. പൈങ്കിണിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എത്തിച്ച ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ S. ബസന്തലാൽ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഫണ്ട് സ്വന്തം ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്തതായി പരാതി. സർക്കാരിന്റെ ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് സ്വന്തം വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. കുണ്ടന്നൂർ തെക്കേക്കരയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന കരിമരുന്ന് ശേഖരം വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. പടക്ക നിർമ്മാണത്തിനുപയോഗിക്കാനുള്ള കരിമരുന്നും അമിട്ട് നിറയ്ക്കുന്നതിനുള്ള പ്ലാസ്റ്റിക് ബോളുകളും ഓലപ്പടക്കവും കണ്ടെടുത്തു. അഞ്ഞൂർ കമ്പനിപ്പടിയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. 4 പേർക്ക് പരിക്കേറ്റു. നാക്കോല ചെറായിയിൽ ബൈക്ക് ട്രാൻസ്ഫോമറിലിടിച്ച് പരിക്കേറ്റ യുവാക്കളെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ച ആംബുലൻസ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ ഗുരുവായൂർ പോലീസ് കാപ്പ ചുമത്തി ജയിലിലടച്ചു. മണത്തല ഏറൻപുരയ്ക്കൽ വീട്ടിൽ സൗരവിനെയാണ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. വിശദമായ വാർത്തയിലേക്ക്. ചിറ്റാറ്റുകരയിൽ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. ആലപ്പുഴ സ്വദേശി ആനന്ദനാണ് മരിച്ചത്. പൈങ്കിണിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കെ ആന പാപ്പാനെ ആക്രമിക്കുകയായിരുന്നു. ഇയാളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാപ്പാനെ ആക്രമിച്ച ആന ഇറങ്ങി റോഡിലൂടെ ഓടി. ഇതിനിടെയാണ് കടവല്ലൂർ റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ച് ആലപ്പുഴ മുഹമ്മ സ്വദേശിയായ ആനന്ദനെ ആന ആക്രമിച്ചത്. ഇയാളെ തുമ്പിക്കൈ കൊണ്ട് നിലത്തടിച്ച ശേഷം കൊമ്പുകൊണ്ട് കുത്തുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ചിറ്റാറ്റുകരയിൽ നിന്നും ഇടഞ്ഞോടിയ ആന കടവല്ലൂർ നമ്പഴിക്കാട് മേഖലകളിലൂടെ ഓടി. തുടർന്ന് ആനയെ കണ്ടാണശ്ശേരിയിൽ വെച്ച് തളച്ചു. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആരും കാണണ്ട, നേരം പൊക്കോട്ടെ. ഇങ്ങോട്ട് കുണ്ടന്നൂർ തെക്കേക്കരയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന കരിമരുന്ന് ശേഖരം വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത കരിമരുന്ന് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതായി തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർക്ക് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ റിജിൻ M. തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുണ്ടന്നൂർ സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള തെക്കേക്കരയിലുള്ള ഷെഡിൽ കരിമരുന്ന് ശേഖരം കണ്ടെത്തിയത്. പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കാനുള്ള 27 കിലോഗ്രാം കരിമരുന്നും 2.5 കിലോഗ്രാം ഓലപ്പടക്കവും 4 കിലോഗ്രാം കരിമരുന്ന് തിരിയും 5 ചാക്ക് അമിട്ട് നിറയ്ക്കുന്നതിനുള്ള പ്ലാസ്റ്റിക് ബോളുകളുമാണ് പോലീസ് പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് കുണ്ടന്നൂർ പന്തലങ്ങാട്ട് സുരേഷിന്റെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇയാൾക്കെതിരെ മുൻകാലങ്ങളിലും പോലീസ് കേസെടുത്തിരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിനുള്ള ഒരുക്കം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരായ SI-മാരായ ശരത്, ഹുസൈനാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സതീഷ്, സിവിൽ പോലീസ് ഓഫീസർ സുബിൻ, സഗുൺ, ബാബു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പുന്നൂർകുളം നാക്കോല ചെറായിയിൽ ബൈക്ക് ട്രാൻസ്ഫോമറിലിടിച്ച് പരിക്കേറ്റ യുവാക്കളെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ച 108 ആംബുലൻസ് ജീവനക്കാരെ പരിക്കേറ്റ യാത്രികർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. പോലീസ് കൺട്രോൾ റൂമിൽ നിന്നുള്ള അറിയിപ്പിനെ തുടർന്നാണ് വടക്കേക്കാട് CHCയിലെ 108 ആംബുലൻസ് അപകടസ്ഥലത്തെത്തിയത്. പോലീസാണ് പരിക്കേറ്റവരെ വാഹനത്തിൽ കയറ്റിയത്. ഈ സമയം പോലീസുകാരോടും യുവാക്കൾ കയർത്തിരുന്നു.
കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് യുവാക്കൾ അക്രമം തുടങ്ങിയത്. വാഹനം നിർത്താനാവശ്യപ്പെട്ട് ഡ്രൈവർ ഷഫീഖിനെയും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ബാബു പോളിനെയും ആക്രമിക്കാൻ ശ്രമിച്ചതായി പറയുന്നു. ഇതോടെ നായരങ്ങാടി സെന്ററിൽ ഇവർ വാഹനം നിർത്തി. പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചിരുന്ന യുവാക്കൾക്ക് മുഖത്തുൾപ്പെടെ പരിക്കുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ യുവാക്കൾ ഓട്ടോറിക്ഷ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവരുടെ പരാക്രമം കണ്ട ഡ്രൈവർമാർ ഓട്ടം പോകാൻ തയ്യാറായില്ല. തുടർന്ന് യുവാക്കൾ അഞ്ഞൂർ ഭാഗത്തേക്ക് നടന്നു പോയതായും പറയുന്നു. അഞ്ഞൂർ കമ്പനിപ്പടിയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം, 4 പേർക്ക് പരിക്കേറ്റു. അഞ്ഞൂർ സ്വദേശി സഞ്ജു, വയലത്തൂർ സ്വദേശി ഇബ്രാഹിം, കച്ചേരിപ്പടി സ്വദേശികളായ സൂര്യ, മല്ലിക എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്നും അഞ്ഞൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ 4 പേരെയും നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായും ബൈക്ക് ഭാഗികമായും തകർന്നു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ ഗുരുവായൂർ പോലീസ് കാപ്പ ചുമത്തി ജയിലിലടച്ചു. മണത്തല ഏറൻപുരയ്ക്കൽ വീട്ടിൽ 24 വയസ്സുള്ള സൗരവിനെയാണ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചത്. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ നിയമപ്രകാരം സൗരവിനെ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ ഉത്തരവിട്ടത്. ഗുരുവായൂർ ടെമ്പിൾ, പേരാമംഗലം, ചാവക്കാട്, തൃശൂർ വെസ്റ്റ്, കുന്നംകുളം, തിരൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി ഭീഷണിപ്പെടുത്തൽ, ദേഹോപദ്രവമേൽപ്പിക്കൽ, കവർച്ച, വഞ്ചന തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് സൗരവ്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ S. ബസന്തലാൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഫണ്ട് സ്വന്തം ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്തതായി പരാതി. സർക്കാരിന്റെ ലക്ഷക്കണക്കിന് രൂപ ഉപയോഗിച്ച് സ്വന്തം പറമ്പിനു ചുറ്റും സംരക്ഷണ ഭിത്തി പണിയുകയും സ്വന്തം വീട്ടിലേക്ക് റോഡ് നിർമ്മിക്കുകയും ചെയ്തു എന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ വെള്ളപ്പൊക്കത്തിൽ തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി സർക്കാർ 1.5 കോടി രൂപ അനുവദിച്ചിരുന്നു. ചിറ്റണ്ട സ്കൂൾ, കൈതമുക്ക്, തൃക്കണപതിയാരം റോഡുകളുടെ പുനർനിർമ്മാണത്തിനാണ് ഫണ്ട് അനുവദിച്ചത്. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഫണ്ട് ഏകപക്ഷീയമായി സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്ത ബസന്തലാലിനെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NK കബീർ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MC ഐജു എന്നിവർ അറിയിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഫണ്ട് ഉപയോഗിച്ച് പണിതിട്ടുള്ള റോഡാണ് ഈ കാണുന്നത്. ഈ റോഡ് പണിതിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വീട്ടിലോട്ടാണ് ഈ റോഡ് പണിതിട്ടുള്ളത്. 1.5 കോടി രൂപ ചെലവഴിച്ച് തികച്ചും അധികാര ദുർവിനിയോഗം ചെയ്തുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ അദ്ദേഹത്തിൻ്റെ പറമ്പിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിക്കൊണ്ട് സമരപരിപാടികളും അതുപോലെ തന്നെ പരാതികളുമായിക്കൊണ്ട് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിലെ കോൺഗ്രസ് പ്രവർത്തകർ പോകുമെന്നാണ് അറിയിക്കുവാനുള്ളത്. ബസന്തലാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗം അറിയിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് വെള്ളറക്കാട് ചിറമനേങ്ങാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ സ്ഥിരമായി വില്ലേജ് ഓഫീസറെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. കാലങ്ങളോളമായി വില്ലേജ് ഓഫീസിൽ സ്ഥിരമായി ഓഫീസറില്ല. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളിൽ ജനങ്ങളും പൊതുപ്രവർത്തകരും നിരന്തരം പരാതിപ്പെടുന്നുണ്ടെങ്കിലും വില്ലേജ് ഓഫീസറെ നിയമിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഉപരോധത്തിനു ശേഷം വില്ലേജ് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ CV ലൈജുമോന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. പിന്നീട് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധ സമരത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, UDF മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, നേതാക്കളായ സലാം വലിയകത്ത്, റഫീഖ് ഐനിക്കുന്നത്ത്, MP സിജോ, രജു താരു, പഞ്ചായത്ത് മെമ്പർമാരായ സൈബുനിസ ഷർഫു, രജിത ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രിയമുള്ളവരെ, ഏറെക്കാലമായി കടങ്ങോട് പഞ്ചായത്തിലെ ഏക ഒരു വില്ലേജാണ് വെള്ളറക്കാട് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രൂപ്പ് വില്ലേജ്. കടങ്ങോടും ചെറുമനേങ്കാടും വെള്ളറക്കാടും ചേർന്ന് കിടക്കുന്ന ഈ ഗ്രൂപ്പ് വില്ലേജിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മാക്സിമം 10-ൽ കൂടുതൽ വില്ലേജ് ഓഫീസർമാർ വന്നിട്ട് ഇവിടെ
സുഗമമായ പ്രവർത്തനം നടത്താൻ കഴിയാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. ഓരോ ദിവസവും ഒരു ഒപ്പ് ശേഖരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ 2 ആഴ്ചത്തോളം ഇവിടെ കയറി ഇറങ്ങുന്ന അവശ്യ നിലയിലാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനോജ് ജോർജ് മാത്യു ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട് വെച്ച് നടന്ന റബ്ഫില മാരത്തോൺ 2025 മത്സരത്തിൽ പങ്കെടുത്തതിനു ശേഷം അനുഭവപ്പെട്ട ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ വൈകിട്ടുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. തൃശൂർ അയ്യന്തോൾ സ്വദേശിയാണ്. കഴിഞ്ഞ 3 വർഷമായി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസറായി സേവനം അനുഷ്ഠിക്കുന്നു. KGMOA തൃശൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഡോക്ടർ ബിനോജ് ജോർജ് മാത്യു. ചാലിശ്ശേരി മേഖലയിലെ വിവിധ പാടശേഖരങ്ങളിലുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കൃഷിമന്ത്രി P. പ്രസാദിന് നിവേദനം നൽകി. കർഷകനും KSKTU അംഗവുമായ ചാലിശ്ശേരി, ആലിക്കര, വലിയറ, ഇണ്ണാട്ടുവളപ്പിൽ കണ്ണനാണ് തൃത്താലയിൽ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചത്. മേഖലയിൽ വേനൽക്കാലത്തുണ്ടാകുന്ന കുടിവെള്ള പ്രശ്നത്തിനും തോട് നവീകരണം ഗുണകരമാകുമെന്ന് കണ്ണൻ നിവേദനത്തിൽ പറയുന്നു. നിവേദനം പരിശോധിച്ച മന്ത്രി പ്രശ്ന പരിഹാരത്തിനായി സ്ഥലം MLAയും മന്ത്രിയുമായ MP രാജേഷുമായി ചർച്ച ചെയ്ത് നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ചാവക്കാട് നഗരസഭ വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ വാർഷികാഘോഷവും ബ്ലാങ്ങാട് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി KS ശ്രുതി മുഖ്യാതിഥിയായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, വാർഡ് കൗൺസിലർ KP രഞ്ജിത് കുമാർ എന്നിവർ സംസാരിച്ചു. സുധീഷ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി വിശദീകരണം നടത്തി. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക KA ജോയ്സിക്ക് യാത്രയയപ്പ് നൽകി. പ്രധാന അധ്യാപിക CD വിജി സ്വാഗതവും PTA പ്രസിഡന്റ് TV വിബിത നന്ദിയും പറഞ്ഞു. നിരവധി പ്രാദേശിക കലാപ്രതിഭകളുടെയും ഫെലോഷിപ്പ് വിദ്യാർത്ഥികളുടെയും കലാവിരുന്നും ഉണ്ടായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബയോ ഡൈജസ്റ്റർ പോട്ട് വിതരണം നടത്തി. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ബയോ ഡൈജസ്റ്റർ പോട്ടിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ചന്ദ്രൻ, രാജി വേണു, PK അസീസ്, KK ജയന്തി, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ ബൈജു വിൻസെന്റ്, വിവേക് ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. 2,43,250 രൂപ ചെലവഴിച്ച് 175 ഗുണഭോക്താക്കൾക്കാണ് ബയോ ഡൈജസ്റ്റർ പോട്ട് വിതരണം ചെയ്തത്. ലീഡർ K. കരുണാകരൻ സ്മാരക ട്രസ്റ്റിന്റെ പ്രഥമ ലീഡർ K. കരുണാകരൻ സ്മാരക പുരസ്കാരം മുൻ MLAയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാനുമായ TV ചന്ദ്രമോഹന് 25,000 രൂപയും ഫലകവും അടങ്ങിയതാണ് അവാർഡ്. ഫെബ്രുവരി 13 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ പ്രതിപക്ഷ നേതാവും KPCC മുൻ പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല MLA പുരസ്കാര സമർപ്പണം നിർവഹിക്കും. മലപ്പുറം ജില്ലാ UDF ചെയർമാൻ PT അജയ് മോഹൻ, മുൻ DCC പ്രസിഡന്റ് O. അബ്ദുൾ റഹ്മാൻ കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. വെള്ളർക്കാട് ആദൂരിൽ അഗ്നിബാധ. ആദൂർ മഹാത്മാ സ്കൂളിന് മുന്നിലുള്ള പറമ്പിലാണ് ചൊവ്വാഴ്ച വൈകിട്ട് 6:30 തീപിടുത്തമുണ്ടായത്. 25 ഏക്കറോളം വരുന്ന പറമ്പിൽ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തുടക്കത്തിൽ തന്നെ തീയണയ്ക്കാൻ കഴിഞ്ഞതിനാൽ കൂടുതൽ പടർന്നില്ല. ചാലിശ്ശേരി സ്വദേശി സിറിയലിന്റേതാണ് പറമ്പ്. CPM ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി സംഘടിപ്പിച്ച തിരുവാതിരക്കളി പെൺകരുത്തിന്റെ നേർചിത്രമായി. ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം നടക്കുന്ന സീതാറാം യെച്ചൂരി നഗറിലാണ് 1000 പേരുടെ മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറിയത്. 8 വയസ്സുകാരി മുതൽ 83 വയസ്സുവരെയുള്ളവരുടെ പങ്കാളിത്തം കൊണ്ട് തിരുവാതിരക്കളി ജനകീയമായി. നൃത്താധ്യാപികയായ ഉഷ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം വിവിധ ലോക്കൽ കേന്ദ്രങ്ങളിൽ പരിശീലനം സംഘടിപ്പിച്ചിരുന്നു. തിരുവാതിരക്കളിക്ക് തുടക്കം കുറിച്ച് CPM ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർപേഴ്സണുമായ സീതാ രവീന്ദ്രൻ ദീപം തെളിയിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M ബാലാജി, MN സത്യൻ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, പുഷ്പ ജോൺ, പത്മ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു.
ക്യാൻസർ പ്രതിരോധത്തിന് കരുത്തുറ്റ പദ്ധതി രോഗനിർണയത്തിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് നേതൃത്വം നൽകുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന സന്ദേശവുമായി ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന് മെഡിക്കൽ കോളേജിൽ തുടക്കമായി. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. സർക്കാർ, സ്വകാര്യ, സഹകരണ മേഖലകൾ, സന്നദ്ധ പ്രവർത്തകർ, സംഘടനകൾ, പൊതുസമൂഹം തുടങ്ങി എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. 1 വർഷം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പരിശോധന നടത്തി. രോഗപ്രതിരോധം ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ AN അശോകൻ അധ്യക്ഷത വഹിച്ചു. സൂപ്രണ്ട് ഇൻചാർജ് രാധിക, വൈസ് പ്രിൻസിപ്പാൾ KB സനൽകുമാർ, നോഡൽ ഓഫീസർ ഡോക്ടർ C രവീന്ദ്രൻ, ഡോക്ടർ ബിന്ദു, പത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ പ്രഭാലക്ഷ്മി, ഡോക്ടർ ശരത് കൃഷ്ണൻ, റേഡിയോ തെറാപ്പി വിഭാഗം പ്രൊഫസർ ഡോക്ടർ പ്രേമ, പ്രൊഫസർ രമാദേവി എന്നിവർ പങ്കെടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും അരങ്ങേറി. നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഉടനീളം ക്യാൻസർ രോഗം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 1, 2, 3, 4 സ്റ്റേജുകളിലൊക്കെ തന്നെ എത്തി തിരിച്ചറിയുന്ന പൂരമഹോത്സവത്തോടനുബന്ധിച്ച് കിടങ്ങൂർ ജ്ഞാനോദയം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ കിടങ്ങൂർ കാർത്തിയനി ദേവി ക്ഷേത്ര പരിസരത്ത് പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. ജ്ഞാനോദയം ഗ്രന്ഥശാല പ്രസിഡന്റ് റജുല അബ്ദുൽ വഹാബ് അധ്യക്ഷയായി. പുസ്തകവണ്ടി 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പുസ്തക പ്രദർശനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരുടെ പുസ്തകങ്ങൾക്കൊപ്പം കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങളും പ്രദർശനത്തിലുണ്ടായിരുന്നു. K ജയപ്രകാശൻ, മാധവി ഭാസ്കരൻ, സുബിഷ, സിദ്ദിഖുൽ അക്ബർ ഷാ, റിസ്വാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണ തകർച്ചയ്ക്കെതിരെ UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി പറമ്പന്തള്ളി നടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിനു സമീപത്ത് വെച്ച് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. തുടർന്നു നടന്ന പ്രതിഷേധയോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി CPM ഭരിക്കുന്ന മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണതകർച്ചയുടെ പടുകുഴിയിൽ വീണിരിക്കുകയാണെന്നും അഴിമതിയും സ്വജനപക്ഷപാതത്തിനും പേരുകേട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർനടപടികൾ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഉന്നയിക്കുകയും ഭരണസമിതിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തത് തകർച്ചയുടെ നഗ്നമായ ഉദാഹരണമാണെന്നും ശ്രീകുമാർ വ്യക്തമാക്കി. UDF നിയോജകമണ്ഡലം കൺവീനർ KK ബാബു അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ PK രാജൻ, KS ദീപൻ, CJ സ്റ്റാൻലി, PRN നമ്പീശൻ, NJ ലിയോ, CM നൌഷാദ്, VG അശോകൻ, KB ജയറാം എന്നിവർ സംസാരിച്ചു. V സുരേഷ് കുമാർ, മഹേഷ് കാർത്തികേയൻ, OJ ഷാജൻ, ഗ്രേസി ജേക്കബ്, PJ ജോസ്, മിനി ലിയോ എന്നിവർ നേതൃത്വം നൽകി. മരണാനന്തരം മൃതദേഹം മെഡിക്കൽ കോളേജിന് ദാനം നൽകാൻ സമ്മതപത്രം നൽകിയ ദമ്പതികളെ ആദരിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഇരട്ടപ്പുഴ കണ്ണമ്മൂട് കണ്ടരാശ്ശേരി ബാലകൃഷ്ണൻ, ഭാര്യ സുലോചന ടീച്ചർ എന്നിവരെ ഇരട്ടപ്പുഴ ചേതന സാംസ്കാരിക വേദിയാണ് ആദരിച്ചത്. ചേതന സാംസ്കാരിക വേദി പ്രസിഡന്റ് ആലിൽ സഹദേവൻ അധ്യക്ഷനായി. ഗുരുവായൂർ MLA NK അക്ബർ ദമ്പതികളെ പൊന്നാട ചാർത്തി ആദരിച്ചു. പഞ്ചായത്ത് മെമ്പർ പ്രസന്ന ചന്ദ്രൻ, തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം MS പ്രകാശൻ, ചേതന വൈസ് പ്രസിഡന്റ് CB വിശ്വനാഥൻ, ചേതന സെക്രട്ടറി KT പ്രദീപ്, ട്രഷറർ AR പ്രകാശൻ എന്നിവർ സംസാരിച്ചു. MTക്ക് ശ്രദ്ധാഞ്ജലിയായി പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിൽ MT ചിത്രോത്സവം സംഘടിപ്പിച്ചു. നിർമ്മാല്യത്തിലെ വെളിച്ചപ്പാട്, നീള, രണ്ടാമൂഴത്തിലെ ഭീമൻ, ഷെർലക് എന്ന പൂച്ച, ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധൻ എന്നീ കഥാപാത്രങ്ങളും നാലുകെട്ട്, നിന്റെ ഓർമ്മയ്ക്ക് എന്നിവയിലെ കഥാസന്ദർഭങ്ങളും ചിത്രങ്ങളിൽ ഇടം നേടി.
പഴഞ്ഞി മാർ ബെസേലിയോസ് LP സ്കൂളും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായാണ് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത്. ചിത്രം വരച്ചുകൊണ്ട് സിനിമാ കലാസംവിധായകൻ ജെയ്സൺ ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ജിബ്ലസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ജനകീയ ചലച്ചിത്രവേദി എക്സിക്യൂട്ടീവ് ഡയറക്ടറും അധ്യാപകനുമായ റാഫി നീലങ്കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി. നാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലാകാരന്മാർ തയ്യാറാക്കിയ ചിത്രങ്ങളും വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും വരച്ച ചിത്രങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായി. PTA ഭാരവാഹികളായ ജൂബി സജി, സോണി സക്കറിയ, ഖാലിദ് കോട്ടൂൽ, അബിത MK, ഹേമ സുജിത്, അധ്യാപകരായ ഫെമി വർഗീസ്, ജിൻസി P. ജോസ്, സരുൺ K. സൈമൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അണ്ടത്തോട് തങ്ങൾപ്പടി ബീച്ചിൽ ആരംഭിച്ച കള്ള് ഷാപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പുന്നയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ പുതുതായി തുറന്ന ഷാപ്പ് അടച്ചുപൂട്ടണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ സമരത്തിന് ലീഗ് നേതൃത്വം കൊടുക്കുമെന്നും മാർച്ചിനെ അഭിസംബോധന ചെയ്ത നേതാക്കൾ പറഞ്ഞു. പെരിയമ്പലം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കള്ള് ഷാപ്പിന്റെ മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് AK മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് VK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി കബീർ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. ജനപ്രതിനിധികളായ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി, KH ആബിദ്, സജിത ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷണൽ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രശസ്ത ലീഡർഷിപ്പ് ട്രെയിനറും ലൈഫ് കോച്ചുമായ ലിൻഡോ ജോൺ ക്ലാസ് നയിച്ചു. ക്ലാസിന് ശേഷം വിദ്യാർത്ഥികളുമായി സംവദിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C. രാധാമണി, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. അൽബീർ തൃശൂർ ജില്ലാ കിഡ്സ് ഫെസ്റ്റിൽ ഓവറോൾ ചാമ്പ്യന്മാരും നാഷണൽ ഫെസ്റ്റിൽ A ഗ്രേഡ് നേടിയ കലാപ്രതിഭകളെ പറയങ്ങാട് മഹല്ല് കമ്മിറ്റി ആദരിച്ചു. സമസ്ത കേന്ദ്ര മുശാവറ അംഗം അബ്ദുസലാം ബാഖവി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കേണൽ മരക്കാർ അധ്യക്ഷത വഹിച്ചു. മുദ്രിസ് ഷിഹാബുദ്ദീൻ ഫൈസി സമ്മാനദാനം നിർവഹിച്ചു. കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി, ഹസൻ പണിക്കവീട്ടിൽ, മുഹമ്മദ് അലി ഇടിയാട്ടയിൽ, അലിമോൻ പറയങ്ങാട്, ഉമ്മർ ചന്ദനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. KSTA 34ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചാവക്കാട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. ഉപജില്ലയിലെ എല്ലാ യൂണിറ്റുകളിലും അധ്യാപകർ പതാക ഉയർത്തി. ഗുരുവായൂർ കിഴക്കേ നടയിൽ നടന്ന പൊതുയോഗം KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനോയ് T. മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് KK മനോജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു, എക്സിക്യൂട്ടീവ് അംഗം ഷൈജു, ജില്ലാ കമ്മിറ്റി അംഗം ഡിക്സൺ V. ചെറുവത്തൂർ, ഉപജില്ലാ സെക്രട്ടറി ഷാജി നിഴൽ, സൈനബ ടീച്ചർ എന്നിവർ സംസാരിച്ചു. വെള്ളറക്കാട് ശ്രീ ചിങ്ങങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. പുലർച്ചെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, നടക്കൽ പറയെടുപ്പ് എന്നിവ നടന്നു. ഉച്ചതിരിഞ്ഞ് 3:30 ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ഗജവീരന്റെ അകമ്പടിയോടെ പൂരം എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് 5 മണി മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേർന്നു. 6 മണിക്ക് മേളത്തിന്റെ അകമ്പടിയോടെ 5 ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. 6:30 പരമ്പരാഗത വേലവരവ്, ദീപാരാധന, നടക്കൽ പറ എന്നിവയും ഉണ്ടായി. 7:30 ശിങ്കാരിമേളം, പൂതനും തിറയും, കലാരൂപങ്ങൾ, ബാൻഡ് സെറ്റ്, നാസിക് ഡോൾ, കാവടിയാട്ടം, തെയ്യം തിറ എന്നിവ എത്തിച്ചേർന്നു. രാത്രി പൂരത്തിനു ശേഷം രാവിലെ കൂറവലിച്ച് പൂരാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു. പുന്നയൂർ മന്ദലാംകുന്ന് കടലാമ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംരക്ഷിച്ചിരുന്ന ആദ്യ കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഇറക്കിവിട്ടു. ഡിസംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് ഒലിവർ റെഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമകൾ മുട്ടയിടുവാനായി കരയിലേക്ക് കയറുന്നത്. ചാവക്കാട് മുതൽ പൊന്നാനി വരെയുള്ള തീരദേശങ്ങളിൽ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ കടലാമ സംരക്ഷണ സമിതികൾ രൂപീകരിച്ചാണ് കടലാമകളെ സംരക്ഷിക്കുന്നത്. 3 കടലാമ സംരക്ഷണ സമിതികളാണ് ബ്ലാങ്ങാട്, പുത്തൻകടപ്പുറം, മന്നലാംകുന്ന് എന്നിവിടങ്ങളിലായി പ്രവർത്തിക്കുന്നത്. ഇവർ രാത്രിയിലും പകലും കടൽക്കരയിൽ കാവലിരുന്ന് കടലാമകൾക്ക് സംരക്ഷണം നൽകും. മുട്ടയിട്ട് പോകുന്ന കടലാമകളുടെ കുഴികൾ കണ്ടെത്തി ഇവ ശേഖരിച്ച് നെറ്റുപയോഗിച്ച് മറച്ച ചാപ്പകളിൽ കുഴിച്ചുമൂടും. 45 ദിവസം മുതൽ 52 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തുവരും. ഇവയെ സുരക്ഷിതമായി കടലിലേക്ക് ഇറക്കിവിടുക എന്നതാണ് ഇവരുടെ ദൗത്യം. കഴിഞ്ഞ വർഷം പൊന്നയൂർ മന്നലാംകുന്ന് കടലാമ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 2500-ന് മുകളിൽ കടലാമ കുഞ്ഞുങ്ങളെയാണ് കടലിലേക്ക് ഇറക്കിവിട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അകലാട്, മുഹ്യുദ്ദീൻ ബീച്ച് ഭാഗങ്ങളിൽ അടയാളങ്ങൾ നോക്കാനായി കണ്ടെത്തിയ കുഴികൾ പരിശോധന നടത്തിയെങ്കിലും മുട്ടകൾ കണ്ടെത്താനായില്ല. നഷ്ടപ്പെട്ട വിവരം ഇവർ എരുമപ്പെട്ടി ഫോറസ്റ്റ് റേഞ്ച് അധികൃതരെ അറിയിച്ചിരുന്നു. സെക്രട്ടറി ശ്രീജിഷയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്.
കൂടാതെ ഇത്തരം സംഭവങ്ങളിൽ പിടിക്കപ്പെട്ടാൽ 6 മാസം വരെ ജയിൽ ശിക്ഷയും വൻതുകയും പിഴ കൊടുക്കേണ്ടിവരുമെന്ന ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. മാത്രവുമല്ല, രാത്രി സമയങ്ങളിൽ തീരദേശ മേഖലകളിൽ ഫോറസ്റ്റ് വകുപ്പും പോലീസും പട്രോളിംഗ് നടത്തുന്നുണ്ടെന്നും ഭാരവാഹികളായ പൊന്നയൂർ മന്നലാങ്കുന്ന് കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകരായ ഹംസു പാലക്കൽ, കമറു ഹസൈനാരകത്ത് തുടങ്ങിയവർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണനയ്ക്കെതിരെ CPIM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചിറ്റാട്ടുകര കിഴക്കേത്തലയിൽ നടന്ന പ്രതിഷേധ യോഗം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ്, CF രാജൻ, RA അബ്ദുൽ ഹക്കീം, തുളസി രാമചന്ദ്രൻ, ലതി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കറവപ്പശു കാലിത്തീറ്റ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. 98 ഗുണഭോക്താക്കൾക്കാണ് 50% സബ്സിഡിയോടെ കാലിത്തീറ്റ വിതരണം ചെയ്യുന്നത്. പഞ്ചായത്തിന്റെ 4 ലക്ഷവും ജില്ലാ പഞ്ചായത്തിന്റെ 3,56,000 രൂപയും വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, ES സുരേഷ്, PM സജി, KB ബബിത, വെറ്റിനറി സർജൻ V ലിഷ തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തൻകടപ്പുറം സൂര്യ കടലാമ സംരക്ഷണ സമിതിയുടെ ഈ സീസണിലെ ആദ്യ കടലാമ കൂട് വിരിഞ്ഞിറങ്ങി. ഡിസംബർ 19 കിട്ടിയ 91 മുട്ടകളിൽ വിരിഞ്ഞ 71 കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഇറക്കിവിട്ടു. ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഗീവർ, സൂര്യ കടലാമ സംരക്ഷണ പ്രവർത്തകരായ PA സെയ്ദ് മുഹമ്മദ്, PA നസീർ, KS ഷംനാദ്, PN ഫായിസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യമുയർത്തി കേന്ദ്ര ബജറ്റിലെ കേരള വിരുദ്ധവും ജനവിരുദ്ധവുമായ നിലപാടിൽ പ്രതിഷേധിച്ച് CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ച പൊതുയോഗം CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി അംഗം V ശങ്കരനാരായണൻ, CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി അംഗം KK മണി, CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വാഗ ശ്രീ കാർത്തിനി ദേവി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 6 നടക്കുന്ന പൂരാഘോഷത്തിന്റെ ഭാഗമായുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. യജ്ഞാചാര്യൻ വാസുദേവൻ വളേരി, സഹാചാര്യ സ്നില വാസുദേവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹം നടക്കുന്നത്. ക്ഷേത്രം ഭാരവാഹികളായ P ശിവശങ്കരൻ, രമ കുറുപ്പ്, ശ്രീകുമാർ വാഗ, T ബാലചന്ദ്രൻ, തൊമ്മിൽ പ്രദീപ്, MN രാധാകൃഷ്ണൻ, രാജി മണികണ്ഠൻ എന്നിവർ ഭാഗവത സപ്താഹത്തിന് നേതൃത്വം നൽകും. പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിലെ സഞ്ജീവനി ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണത്തിലെ പ്ലാവുകളിൽ നിന്നുള്ള ചക്ക വിളവെടുപ്പും LED ബൾബ് യൂണിറ്റ് നിർമ്മാണവും നടത്തി. പ്രധാന അധ്യാപിക കുമാരി ദേവി ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ബോർഡ് മെമ്പർ വർഗീസ് തരകൻ മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കീഴിൽ നടത്തിയ ഗ്രീൻ ഒളിമ്പ്യാഡ് പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ ചന്ദന PA, ദേവ്ന ബ്രിജേഷ്, അർത്ഥന MJ, തണ്ണീർത്തട ക്യുസിൽ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്ത നിവേദ്യ P, സ്കൂൾ ഫുട്ബോൾ മേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. അധ്യാപകരായ ബീന AF, PN ഗോപാലകൃഷ്ണൻ, ബെറ്റി ജോയ്, സിമി ND, മേരി ജീമ, വിപിൻ ദാസ് VK തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റൈറ്റേഴ്സ് ഫോറം പ്രശസ്ത എഴുത്തുകാരൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ J ഫരീദ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും സിനിമാ സംവിധായകനുമായ റഷീദ് പാറക്കൽ, സിനിമാ നിരൂപകൻ പ്രൊഫസർ I ഷൺമുഖദാസ്, പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ജമീൽ അഹമ്മദ്, യുവ എഴുത്തുകാരായ ജിതേഷ് ആസാദ്, ഷംല മുസ്തഫ എന്നിവർ പങ്കെടുത്തു. അൻസാർ ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി, വൈസ് പ്രിൻസിപ്പാൾ ആരിഫ് TA, ഇംഗ്ലീഷ് വിഭാഗം മേധാവി ജൂബി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലൈബ്രറിയൻ യഹിയയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ബുക്ക് ഫെസ്റ്റും ശ്രദ്ധേയമായി. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന തിബിയൻ പ്രീ സ്കൂൾ കല്ലൂർമ പെരുമ്പാൾ മൾഹറുൽ ഉലൂം മദ്രസയിൽ ആരംഭിച്ചു. സയ്യിദ് S
IK തങ്ങൾ മുദൂർ പ്രഖ്യാപനം നടത്തി. PP നൌഫൽ സാദി അധ്യക്ഷത വഹിച്ചു. ഷർഫുദ്ദീൻ അഹ്സനി കാരേക്കാട് ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞു മുഹമ്മദ് സഖാഫി വിഷയാവതരണം നടത്തി. അലി അഷ്റഫി വിളയൂർ, ഷെഫീഖ് സഖാഫി ഉപ്പുങ്ങൽക്കടവ്, M ഉമർ മണാളത്ത്, അബ്ദുൾ മജീദ് കല്ലാട്ടയിൽ എന്നിവർ സംസാരിച്ചു. മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ പുത്തൻകടപ്പുറം GF UP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മൊബൈൽ ഫോൺ ദുരുപയോഗത്തെപ്പറ്റി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. SI ജോബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും മൊബൈൽ ദൃശ്യങ്ങൾ സ്വാധീനം ചെലുത്തുന്നതിനെ കുറിച്ചായിരുന്നു ക്ലാസ്. CPO നിബിൽ KS, ASIമാരായ മേഴ്സി അഗസ്റ്റിൻ, ഹൈറുനിസ, ഹെഡ്മിസ്ട്രസ് റംല PK, അധ്യാപകരായ സലീം MK, മുംതാസ് T തുടങ്ങിയവർ സംസാരിച്ചു. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 ഭാഗമായി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. അണ്ടത്തോട് VP മാമു സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PS അലി, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥനായ ടോണി ജോസഫ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും ഉണ്ടായി. 15 പേർക്ക് 6000 രൂപ വില വരുന്ന മേശയും കസേരയുമാണ് വിതരണം ചെയ്തത്. കാക്കശ്ശേരി വിദ്യാവിഹാർ സ്കൂളിൽ നടന്ന സ്കൂൾ ലെവൽ കരാട്ടയിൽ കുമിത്തെ വിഭാഗം മത്സരത്തിൽ മെഡലുകൾ വാരിക്കൂട്ടി വാഗ മാലതി UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. മെഡൽ നേടിയ വിദ്യാർത്ഥികളെ വാഗ മാലതി UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക ഷീജ ടീച്ചറുടെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചു. ചാവക്കാട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നടക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ ബുധനാഴ്ച സമാപിക്കും. ഫെബ്രുവരി 1 മുതലാണ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ നൂതന കളക്ഷനുമായി ബ്രൈഡൽ ജ്വല്ലറി ഷോ ആരംഭിച്ചത്. വിദഗ്ധ കലാകാരന്മാരുടെ കരവിരുതിൽ തീർത്ത ആഭരണങ്ങളുടെ വിശാലമായ ശേഖരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിരവധി പേരാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോയിൽ പങ്കാളികളായത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 7770 രൂപ, പവന് 62,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 104 രൂപ. ചരമം കേച്ചേരി തൂവാനൂർ കറപ്പം വീട്ടിൽ അലങ്കാർ അഷ്റഫ് നിര്യാതനായി. 63 വയസ്സായിരുന്നു. ഖബറടക്കം പട്ടിക്കര ഖബർസ്ഥാനിൽ നടത്തി. റംല ഭാര്യയും അജീഷ് അനസ് എന്നിവർ മക്കളുമാണ്. പോർക്കുളം അഗതിയൂർ പുഴങ്കര താഴേക്കാട്ട് വിജയകുമാർ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടത്തി. രതിയാണ് ഭാര്യ. ശ്രീധർ, അനന്തു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറ്റാറ്റുകരയിൽ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. പൈങ്കിണിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എത്തിച്ച ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ S ബസന്തലാൽ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഫണ്ട് സ്വന്തം ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്തതായി പരാതി. സർക്കാരിന്റെ ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് സ്വന്തം വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. കുണ്ടന്നൂർ തെക്കേക്കരയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന കരിമരുന്ന് ശേഖരം വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. പടക്ക നിർമ്മാണത്തിനുപയോഗിക്കാനുള്ള കരിമരുന്നും അമിട്ട് നിറയ്ക്കുന്നതിനുള്ള പ്ലാസ്റ്റിക് ബോളുകളും ഓലപ്പടക്കവും കണ്ടെടുത്തു. അഞ്ഞൂർ കമ്പനിപ്പടിയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. 4 പേർക്ക് പരിക്കേറ്റു. നാക്കോല ചെറായിയിൽ ബൈക്ക് ട്രാൻസ്ഫോമറിലിടിച്ച് പരിക്കേറ്റ യുവാക്കളെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ച ആംബുലൻസ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ ഗുരുവായൂർ പോലീസ് കാപ്പ ചുമത്തി ജയിലിലടച്ചു. മണത്തല ഏറൻപുരയ്ക്കൽ വീട്ടിൽ സൗരവിനെയാണ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.